ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ കൈവക്കിയേ, ശരിക്കും കൈവക്ക. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഹൗ ആർ യു? എല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലേ? ഹിന്ദി അറിയാവുന്നവർ കൈവക്കിയേ. ആ കൈസേ ഹേ, നിങ്ങൾക്ക് സുഖമാണോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാം മലയാളം അറിയാവുന്നവർ കൈവക്കിയേ. എല്ലാവരുടെ കൈവങ്ങിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സുഖമെന്ന് വിശ്വസിക്കുന്നു, സന്തോഷമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണോ? നല്ല സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒന്നെങ്കിൽ നന്നായിട്ട് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് കുർബാനയൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്യാതെ ഒരു വിശുദ്ധ ജീവിതമാണ് നയിച്ചിരുന്നത്. അതിനാൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് നേരത്തെ തന്നെയുണ്ട്, ഇപ്പൊ കുറച്ചുകൂടെ കൂടുതൽ കാണാൻ ഇടയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലത് കരമുയർത്തി. ഇന്നിവിടെ വരാൻ സാധിക്കാത്ത ഒരു 10,000 പേരെ ഉദ്ദേശിച്ചുണ്ട്. എവിടെയുള്ളത്? നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള, നിങ്ങളുടെ നാട്ടിലുള്ള, ഓരോരുത്തരുടെയും ദേശത്തുള്ള ഒരു 10,000 പേര് യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ ഇവ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചുറ്റും ഒരു 10,000 അല്ല, അനേകം 10,000 കണക്കിന് ആൾക്കാരുണ്ട്, അല്ലേ? നാനാജാതി മതസ്ഥരായ 10,000 കണക്കിന് ജനങ്ങളെ നമ്മൾ ഒരു ബസ് യാത്രയുടെ ഇടയ്ക്ക് പോലും കാണും. അപ്പോൾ നമ്മളെവിടെ പോയാലും തിങ്ങിപ്പാർക്കുന്ന ജനസാന്ദ്രതയുള്ള പ്രദേശത്തൂടെയാണ് പോകുന്നത്. ബസ്സിലോ കാറിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നല്ലവനായ ദൈവമേ, ചുറ്റും ഞങ്ങൾക്ക് ചുറ്റുമുള്ള 10,000 കർത്താവായ യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമ്പോൾ റോമ 5:5 പറയുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മളൊക്കെ ദൈവസ്നേഹം കൊണ്ട് നിറയുന്നു. വലത് കരമുയർത്തി. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെയും ചുറ്റുമുള്ള 10,000-ങ്ങളെയും അനേക ലക്ഷം ജനതകളെയും അങ്ങേ തിരുരക്തം കൊണ്ട് കഴുകണമേ, അങ്ങേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. പൈശാചിക പീഡകൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞ്, സായാഹ്നമായപ്പോൾ സന്ധ്യയായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും
എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോ എന്റെ മനസ്സിൽ കൂടെ ആദ്യകാലത്തും പിന്നെ ചെറുപ്പമായിരുന്നപ്പോഴും സെമിനാരി പഠിക്കുന്ന കാലത്തുമൊക്കെ ഈ ചിന്ത വന്നു, ഇതിന് മാത്രം പിശാച് ബാധിതരുണ്ടോ? സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന് മാത്രം പിശാച് ബാധയുള്ളവരുണ്ടോ? ഇങ്ങനെയൊരു ചിന്ത എന്റെ മനസ്സിൽ കൂടെ പോകുമായിരുന്നു. ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. നമ്മള് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ദുഃഖ ചിന്ത കൊണ്ടുവരുന്നു. അതാര് കൊണ്ടുവരുന്നതാണ്? പരിശുദ്ധാത്മാവാണോ സാത്താനാണോ? സാത്താനാണ്. ഒറ്റയ്ക്ക് എപ്പോൾ എവിടെയായിരുന്നാലും ഒരു ദുഃഖത്തിന്റെ, ഒരു നിരാശയുടെ, ഒരു കുറ്റം വിധിയുടെ, ഒരു വെറുപ്പിന്റെ, അഹങ്കാരത്തിന്റെ ചിന്ത കൊണ്ടുവരും. നമ്മളൊക്കെ ആ ചിന്തയ്ക്ക് അടിമപ്പെട്ട് അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെ ചെലവഴിക്കും. ഒന്നെങ്കിൽ എനിക്ക് ഈ അബദ്ധം പറ്റിയല്ലോ, എനിക്ക് ഈ മണ്ടത്തരം പറ്റിയല്ലോ, നാണം കേടായി പോയല്ലോ, ഈ ചിന്തയെല്ലാം നമ്മുടെ തലയിലോട്ട് കുത്തിക്കയറ്റുന്നത് സാത്താനാണ്. അപ്പൊ നമ്മള് ഉറക്കമില്ലാത്ത രാത്രികൾ ചെലവഴിക്കുന്നതിന്റെ കാരണം നമ്മുടെ മനസ്സിലേക്ക് ദൈവവചനത്തിന് വിരുദ്ധമായി സാത്താന്റെ വചനം, സാത്താന്റെ കുറ്റം വിധികൾ, നെഗറ്റീവ് ചിന്തകൾ സാത്താൻ കുത്തിവെക്കും. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. അടുത്ത പ്രാർത്ഥന ഏതാണ്? ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. എന്ത് പ്രലോഭനമാണ്? നെഗറ്റീവ് ചിന്ത, നമ്മളെക്കുറിച്ച് തന്നെ കുറ്റം വിധി. ഓ, നിനക്കൊരു കഴിവുമില്ല, അല്ലെങ്കിൽ എനിക്കൊരു കഴിവില്ല, ഞാൻ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, മറ്റുള്ളവരെന്നേക്കാൾ മെച്ചമാണ്, ഞാൻ വലിയ പാപിയാണ്. കുറ്റബോധം, നിരാശ, ആകുലത, ഉത്കണ്ഠ, ഇതെല്ലാം പ്രലോഭനമാണ്. ദൈവമായ കർത്താവായ യേശു എന്താ പറഞ്ഞിരിക്കുന്നത്? 365 പ്രാവശ്യം ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, ഭയപ്പെടേണ്ട, മാത്രമല്ല ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഈ വചനം പറയുമ്പോ കർത്താവിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരും. വചനം പറഞ്ഞില്ലെങ്കിലോ സാത്താന്റെ സാന്നിധ്യം വരും. അങ്ങനെ സാത്താൻ ഇടയ്ക്ക് ഇങ്ങനെ പൂള് വെച്ച് തരും. നീ ഭയപ്പെട്ടു, നീ ആകുലപ്പെട്ടു, നീ സങ്കടപ്പെട്ടു, നീ നിരാശപ്പെട്ടു. അങ്ങനെ നെഗറ്റീവ് ചിന്തകള്, പ്രയോജനമില്ലാത്ത, നാശം ചെയ്യുന്ന, സമാധാനം കളയുന്ന, സ്വസ്ഥത കളയുന്ന, ധൈര്യം കളയുന്ന, ഭീരുത്വം ജനിപ്പിക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെക്കുക മാത്രമല്ല, മണിക്കൂറുകൾ ആ ചിന്തകൾക്ക് അടിമപ്പെട്ട് ക്രമേണ നടുവേദന, പുറം വേദന, കാൽമുട്ടുവേദന, കൈമുട്ടുവേദന, അവിടെ വേദന, ഇവിടെ വേദന, ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? ഈ സാത്താന്റെ വിഷം കുത്തിവെപ്പിലൂടെയാണ് അനേകം രോഗപീഠകൾ നമ്മിലേക്ക് കടന്നു വരിക. അങ്ങനെ നമ്മള് ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, ഇങ്ങനെ എല്ലാ ചികിത്സാവിധികളും നടത്തും. ശരീരത്തിലൊക്കെ നല്ല പണം മുടക്കി തിരുമ്മി ഒക്കെ നോക്കും. ഈ സാത്താൻ പോവുകയില്ല. ഈ സാത്താൻ പോകണമെങ്കിൽ വചനം കേൾക്കണം. മത്തായി 8:16 അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും നെഗറ്റീവ് ചിന്തകളെ, മനസ്സിടിക്കുന്ന, മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന, മനസ്സിന് ആകുലതയുണ്ടാക്കുന്ന, മനസ്സിന് ഉത്കണ്ഠയുണ്ടാക്കുന്ന, മനസ്സിന് ഭയമുണ്ടാക്കുന്ന, അസ്വസ്ഥതയുണ്ടാക്കുന്ന ആ ചിന്തകളെ വചനശക്തിയാൽ ബഹിഷ്കരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ
നമ്മൾ കടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് ദിവ്യബലി അർപ്പണമുണ്ടായിരുന്നു. വചനപ്രഘോഷണം, ബലിയർപ്പണം, ഗാനാലാപം, സ്തുതിപ്പിന്റെ ശുശ്രൂഷ, ഇതെല്ലാം വേദപുസ്തകത്തിലെ തിരുവചനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതായതുകൊണ്ട് തിരുവചനത്തിന്റെ അഭിഷേകം ഇവിടെയെല്ലാം ഉണ്ട്. അതിനാൽ തന്നെ സ്തുതിപ്പിന്റെ സമയത്ത്, ഗാനാലാപത്തിന്റെ സമയത്ത്, ജപമാലയുടെ സമയത്ത് പൈശാചിക പീഡകൾ വിട്ടുപോകും. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭോപ്പാലില്, മധ്യപ്രദേശ് 3000 പേരുടെ കൺവെൻഷൻ നടക്കുകയാണ്. പകൽ മുഴുവനുള്ള കൺവെൻഷനാണ്. 3-ാം ദിവസം കാലത്ത് ടീം അംഗങ്ങൾ ഞങ്ങൾ 3-4 പേരിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഒരുങ്ങുകയാണ് അന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. പെട്ടെന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് ഒരു ഭാഷാവര പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. ലംബി 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 പെടൽ ലംബി, ലംബി 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 പെടൽ ലംബി, ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോ കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. ഇതെന്തായിരിക്കും ഇതിന്റെ അർത്ഥം എന്നിങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ അർത്ഥം എന്താണെന്നോ ഏത് ഭാഷയാണെന്നോ പിടികിട്ടിയില്ലെങ്കിലും ഒരു സന്ദേശം പോലെ ഇങ്ങനെ അനുഭവപ്പെട്ടു. മേജർ മിറക്കിൾസ്, വലിയ അത്ഭുതങ്ങൾ നടക്കാനുള്ള ഒരു ഭാഷാവര പ്രാർത്ഥനയാണ്. ഞങ്ങളന്ന് കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് പോയപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ലംബി 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 പെടൽ ലംബി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഒരു ആനന്ദവും ഒരു സുഖവും ഒരു അഭിഷേകവും അനുഭവപ്പെടുമായിരുന്നു. അവിടെ ചെന്നപ്പോ ഹോളെല്ലാം നിറഞ്ഞ ആൾക്കാരാണ്. സ്റ്റേജിന്റെ മുമ്പില് ഒരു യുവാവിനെ കിടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസവും ഇല്ലായിരുന്നു. അരമണിക്കൂർ ജപമാല, അരമണിക്കൂർ പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതിപ്പ്, ഗാനാലാപം, 1 മണിക്കൂർ വചനപ്രഘോഷണം, പിന്നെ 1 മണിക്കൂർ വചനപ്രഘോഷണം. 12 മണിയായപ്പോൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധന. 1 മണിക്കൂർ ആരാധനയുടെ മധ്യഭാഗത്ത് 18 വർഷം തളർന്നു കിടന്ന മുഹമ്മദ് റാഫി എഴുന്നേറ്റ് നടന്നു. 18 വർഷം തളർന്നു കിടന്ന മുഹമ്മദ് റാഫി വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മധ്യഭാഗത്ത് പയ്യെ കയ്യും കാലും അനക്കാൻ തുടങ്ങി. തന്നെത്താൻ ഇരുന്നു, എഴുന്നേറ്റു, ജനത്തിന്റെ മുമ്പിൽ പല പ്രാവശ്യം നടന്നു. അതിന്റെ തലേ 2 ദിവസങ്ങളിലും അവന്റെ ജ്യേഷ്ഠൻ 40 വയസ്സുള്ള മുസ്ലിം സഹോദരൻ ആ കൺവെൻഷനിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംബന്ധിക്കാൻ അവന് ദൈവം പ്രേരണ കൊടുത്തിരുന്നു. അവൻ ആ പ്രേരണയ്ക്ക് വഴങ്ങി. ആ 2 ദിവസത്തെ ധ്യാനത്തില് അനേകം രോഗികൾക്ക് അത്ഭുത സൗഖ്യം കിട്ടി സാക്ഷ്യപ്പെടുത്തുന്നത് ആ ജ്യേഷ്ഠ സഹോദരൻ കണ്ടപ്പോൾ അവൻ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, നാളെ ഞാൻ എന്റെ അനുജനെ, എന്റെ സഹോദരനെ കൊണ്ടുവരും. അവൻ കൊണ്ടുവന്നു, ഏറ്റവും മുമ്പിൽ കിടത്തി. 30,000 പേരുടെ മുമ്പിൽ ഈ അത്ഭുതത്തിന് സാക്ഷ്യമായി. ഒന്ന്, ധ്യാനത്തില് നമ്മള് ഒരാള് സംബന്ധിക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് തന്നെ അനുഗ്രഹം ഒഴുകുകയാണ്. വിശ്വാസത്തിന്റെ കൃപ, പ്രത്യാശയുടെ കൃപ, ക്ഷമിക്കുന്ന കൃപ, സ്തുതിക്കുന്ന കൃപ, ഇതെല്ലാം ഏതെങ്കിലും അളവിൽ ഒരാൾക്ക് ലഭിക്കുന്നത് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നുണ്ട്. അങ്ങനെ ഏതോ ഒരു ഒരുക്കം അവിടെയെല്ലാം നടന്നു കഴിഞ്ഞിരുന്നു. 3-ാം ദിവസം അനുജനെ അവൻ കൊണ്ടുവന്നു. അവൻ സൗഖ്യം പ്രാപിച്ചു. ഒരു അത്ഭുത രോഗശാന്തി, മേജർ മിറക്കിൾ നടന്നാൽ ഒരുപാട് പേരുടെ വിശ്വാസം ജലിക്കുകയും അവർക്കെല്ലാവർക്കും ആളിക്കത്തുന്ന വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും അഭിഷേകം ലഭിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമേരിക്കയുടെ തൊട്ടടുത്ത രാജ്യമാണ് മെക്സിക്കോ. വടക്കേ അമേരിക്ക എന്ന് പറഞ്ഞാൽ USA,
കാനഡ, മെക്സിക്കോ, ഈ 3 രാജ്യങ്ങൾ ചേർന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം കാനഡയാണ്, ജനസംഖ്യ 3 കോടിയുള്ളെങ്കിൽ. മെക്സിക്കോയും വലിയ രാജ്യമാണ്. ഞങ്ങളന്ന് പോകുമ്പോൾ 1993, 94, 95 പോകുമ്പോൾ 10 കോടി ജനമുണ്ട് അവിടെ. 10 കോടി ജനം. ഭാഷ സ്പാനിഷ് ഭാഷയാണ്. ഇംഗ്ലീഷിൽ ഞങ്ങൾ പ്രസംഗിക്കും. അത് സ്പാനിഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യും. ഒരു പള്ളിയിൽ ചെന്നപ്പോ വൈകുന്നേരം പള്ളി നിറച്ച ആളുണ്ട്. ബിഷപ്പാണ് കുർബാന ചൊല്ലി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ടീമില് സന്ദേശമൊക്കെ കിട്ടുന്ന ടീം അംഗങ്ങളുണ്ട്. അവര് ഒരു സന്ദേശം എഴുതി കൊണ്ടുവന്നു. ബിഷപ്പ് കുർബാന ചെല്ലാനായിട്ട് കുപ്പായമിട്ട് വന്ന് നിൽക്കുകയാണ്. കുർബാനയ്ക്ക് മുമ്പ് ക്ഷമയെക്കുറിച്ച് ഒന്ന് പറയണം എന്ന് ഒരു സന്ദേശമുണ്ട്. അപ്പൊ അത് പിതാവിനെ എഴുതി കാണിച്ചു. പിതാവ് പറഞ്ഞു, നിങ്ങൾ തന്നെ പറ. ഇങ്ങനെ ബിഷപ്പ് അവിടെ ഇരുന്നു. ഞങ്ങൾ 1/4 മണിക്കൂർ നേരം ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ അത്യാവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. ക്ഷമിക്കുന്ന സ്നേഹം ഇല്ലെങ്കിൽ, വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക, ശത്രുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അതിനുള്ള പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ ചൊല്ലിക്കൊടുത്തു. ക്ഷമയുടെ വചനം പറഞ്ഞു. ക്ഷമിക്കാനായിട്ട് എല്ലാവരോടും കരമുയർത്തി, വലതുകരം ഉയർത്തി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മളെ വേദനിപ്പിച്ചതായിട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും വലതുകരം ഉയർത്തിക്കുകയും ജീവിതത്തിന്റെ ഏതെങ്കിലും നാളില് നമ്മളെ വേദനിപ്പിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവമേ അവരോട് ശിക്ഷിക്കരുതേ, അവരോട് കരുണയായിരിക്കണമേ, അവരോട് പൂർണ്ണമായി ക്ഷമിക്കണമേ. അവർ എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു 10,000, 20,000, 30,000 മടങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിച്ച് 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 അവരെ നല്ലവരാക്കണമേ, വിശുദ്ധരാക്കണമേ. അങ്ങനെ പ്രാർത്ഥനയെല്ലാം ചൊല്ലിക്കൊടുത്തു. ക്ഷമിക്കാനുള്ള ശക്തി അനേകർക്ക് കിട്ടിക്കാണും. അതിന് ഞങ്ങൾ 1/4 മണിക്കൂർ ടോക്ക് കൊടുത്തു, പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. അതിനുശേഷം പിതാവിനോട് പറഞ്ഞു, പിതാവേ ഇനി കുർബാന ചെല്ലാമെന്ന് പറഞ്ഞു. പിതാവ് എല്ലാവരോടും കേൾക്കെ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടിയായിരുന്നു ഈ ടോക്ക്. എനിക്ക് ചിലരോട് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഉണ്ടായിരുന്നു. പിതാവ് ആ സമൂഹത്തിൽ തന്നെ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഒരാളുടെ മുമ്പിൽ ചെന്ന് തലകുനിച്ച് എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് ഇക്കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, മാപ്പ് തരണമെന്നൊക്കെ പറഞ്ഞ് രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് കുർബാന ചൊല്ലി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രമ്യതപ്പെടണം, മാപ്പ് ചോദിക്കണം, മാപ്പ് കൊടുക്കണം, ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ 7 വചനങ്ങൾ പറഞ്ഞതില് ഏറ്റവും ആദ്യത്തെ വചനം ഏതാണ്? ഞാൻ ഇങ്ങനെ പറയും, 2334. ലൂക്ക 23:34. പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരെ ശിക്ഷിക്കരുതേ. ഇവര് ചെയ്തു കൂട്ടിയ ഈ തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ എന്റെ ശരീരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. അവരെ കുറ്റവിമുക്തരാക്കണമേ, ആ ശിക്ഷ അങ്ങ് നീക്കിക്കളഞ്ഞേക്കണമേ. പ്രൈസ് ദി ലോർഡ്. 11 വയസ്സുള്ള മരിയ ഗൊരേത്തിയെ 19 വയസ്സുള്ള അലക്സാണ്ടർ വ്യഭിചാര പാപത്തിന് നിർബന്ധിച്ചപ്പോൾ അവൾ സമ്മതിക്കാത്തതുകൊണ്ട് കത്തി ഉയർത്തി കുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന അലക്സാണ്ടറിനോട് മരിയ ഗൊരേത്തി പറഞ്ഞില്ല, എന്നെ കൊല്ലല്ലേ, നിലവിളിച്ചില്ല. അവൾ 11 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞു, അലക്സാണ്ടറെ ഈ പാപം ചെയ്താൽ നിന്റെ ആത്മാവ് നിത്യനരകത്തിൽ പോകും. അവനിതൊന്നും ഗ്രഹിക്കാനുള്ള കഴിവില്ല. 10-14 പ്രാവശ്യം അവളെ കുത്തി, രക്തം വാർന്നൊഴുകി, അവളെ ആശുപത്രി കൊണ്ടുപോയി. മരിക്കാൻ കിടക്കുമ്പോഴും അവള് അലക്സാണ്ടറിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറെ കാലത്തെ ജയിൽവാസത്തിന് ശേഷം അലക്സാണ്ടർ പുറത്തു വന്ന് ഒരു സന്യാസ സഭയിൽ തുണ സഹോദരനായി ജീവിച്ചാണ് വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമാണ് നയിച്ച അവസാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് സിസ്റ്റർ റാണി മരിയായുടെ
കൊലപാതകം നടന്നതിന്റെ, രക്തസാക്ഷിത്വ മരണം നടന്നതിന്റെ 25ാം വർഷത്തില് റാണി മരിയ സിസ്റ്ററിനെ വാഴ്ത്തപ്പെട്ടവൾ വിശുദ്ധ പദവിയിലേക്ക് ഉള്ളതിന്റെ തൊട്ടു മുമ്പുള്ള ഒരു പദവിയാണ്. വാഴ്ത്തപ്പെട്ടവൾ എന്ന് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയും അത് ഇൻഡോറിൽ, അവിടെയായിരുന്ന അവസാനത്തെ പ്രവർത്തന രംഗം, ബിജ്നോർ, ഉത്തർപ്രദേശിലെ ബിജ്നോറിലും മധ്യപ്രദേശിലെ സാറ്റ്ന രൂപതയിലും പിന്നീട് ഇൻഡോർ രൂപതയിലുമാണ് സിസ്റ്റർ റാണി മരിയ പാവപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്തിരുന്നത്. അവിടെ വെച്ചാണ് റാണി മരിയയ്ക്ക് ജന്മിമാരുടെ ഭീഷണി ഉണ്ടായത്. അവിടുത്തെ ജന്മിമാര് പാവപ്പെട്ടവർക്ക് കൂലി കൊടുക്കാതെ അവരുടെ പേരിൽ കേസുണ്ടാക്കി അവരെ ജയിലിൽ അടയ്ക്കുമ്പോൾ റാണി മരിയ സിസ്റ്റർ പോലീസുകാരെ ചെന്ന് കണ്ട് അവർക്ക് വേണ്ടി വാദിച്ച് അവരെ പുറത്തു കൊണ്ടുവരുമായിരുന്നു. പിന്നെ പാവപ്പെട്ടവരെ സംഘടിപ്പിച്ച് അവരൊന്നിച്ചു ചേർന്ന് ഇനിയും അന്യായ പലിശയ്ക്ക് പണം എടുക്കാതെ അവര് ചെറിയ ചെറിയ സാമ്പത്തിക സമാഹരണങ്ങൾ സംഘടിപ്പിച്ച് അതുപോലെ തന്നെ വിദ്യാഭ്യാസം നൽകി, കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ വിദ്യാഭ്യാസം നൽകി അവരെ പുനരുദ്ധരിക്കുവാനുള്ള പദ്ധതികൾ ചെയ്തപ്പോൾ അവിടുത്തെ ജന്മിമാര് അവളോട് പറഞ്ഞിരുന്നു, റാണി മരിയയോട്, ഇത് നിന്റെ അന്ത്യത്തിലേക്കാണ് പോകുന്നത്, വധിക്കുമെന്നുള്ള ഭീഷണി പല പ്രാവശ്യം കൊടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇൻഡോറില് ഉത്തർപ്രദേശിലേക്ക് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ 3 കൊല്ലങ്ങളില് ഞങ്ങളുടെ ധ്യാനത്തിൽ സംബന്ധിക്കാൻ റാണി മരിയ സിസ്റ്റർ വന്നിരുന്നു. ഒറ്റയ്ക്കല്ല, 10-200 ആദിവാസികളെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. അവർക്ക് വചനം കൊടുക്കണം, അവർക്ക് യേശുവിനെ കൊടുക്കണം. ആത്മീയ തീഷ്ണത റാണി മരിയ സിസ്റ്ററിനും അവരുടെ സമൂഹത്തിനും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വീട് വെക്കലോ സോഷ്യൽ വർക്കോ ഒക്കെ മതിയായിരുന്നു. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം അവർക്ക് വചനം കൊടുക്കുവാൻ ഇവർക്ക് തീഷ്ണതയുണ്ടായിരുന്നു. ഞങ്ങൾ 3 കൊല്ലം ചെന്നപ്പോഴും അവര് ഗ്രാമവാസികളെ 10-200 പേരെ ദൂരെ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. എന്റെ കൂടെ 10-29 കൊല്ലമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ തെരേസ് ഒരേക്കുളം, അവരെ കാണാനായിട്ട് റാണി മരിയ സിസ്റ്റർ വന്നപ്പോ റാണി മരിയ സിസ്റ്ററിനോട് തെരേസ് സിസ്റ്റർ പറഞ്ഞു, എന്റെ മുറിയിൽ 2 കിടക്കയുണ്ട്, റാണിക്ക് എന്റെ മുറിയിൽ കിടക്കാൻ വരാം, അല്ലെങ്കിൽ കിടക്കാൻ ബെഡൊന്നും കിട്ടുകയല്ലോ. അപ്പൊ റാണി മരിയ പറഞ്ഞു, ഞാൻ ആദിവാസികളുടെ അടുത്തുനിന്ന് പോയാൽ അവർക്ക് ഒന്നും കിടക്കാനോ ഭക്ഷണമോ ഒന്നും കിട്ടുകയില്ല, അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെയേ കിടക്കുന്നുള്ളൂ. അപ്പോ പാവപ്പെട്ടവരുടെ കൂടെ അവരുടെ ദുഃഖത്തിലും സഹനത്തിലും പങ്കുചേർന്ന് അവരിൽ ഒന്നായി ജീവിച്ച് കൽക്കട്ടയിലെ മദർ തെരേസയൊക്കെ ചെയ്തതുപോലെയുള്ള പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷ, അത് വളരെ അനുഗ്രഹപ്രദമായി മുന്നേറിയപ്പോഴാണ് ജന്മിമാര്, മുതലാളിമാര് അവളെ കൊല്ലാനായിട്ട് പദ്ധതിയിട്ടു. വധഭീഷണി നടത്തിയെങ്കിലും റാണി മരിയ അത് വകവച്ചില്ല. ഞങ്ങളുടെ മുറിയില് ഞങ്ങളെ കാണാൻ വന്നപ്പോ, സിസ്റ്റർ തെരേസയെ കാണാൻ വന്നപ്പോ സിസ്റ്റർ തെരേസ് ഇങ്ങനെ പറഞ്ഞു, കുറെ രക്തം നിലത്ത് ചെതറിക്കിടക്കുന്നത് കാണാമല്ലോ, ദർശനം. ഉടനെ റാണി മരിയ പറഞ്ഞു, എന്നെ കൊല്ലുമെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്, എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചെന്ന് കേട്ടാൽ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഒരുങ്ങിയായിരിക്കുന്നത്. അങ്ങനെ ഭോപ്പാലിൽ വെച്ച് അവരുടെ പ്രൊവിൻഷ്യൽ ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പരസ്പരം യാത്ര പറഞ്ഞു, നമുക്ക് മാർച്ച് 9 കേരളത്തിൽ വെച്ച് കാണാം. കേരളത്തിലേക്കുള്ള പുറപ്പാടാണ്. ജീവൻ സിംഗും അവരൊക്കെ എല്ലാ ബസ്സുകളും ക്യാൻസൽ ചെയ്തിട്ട് ഒരു ബസ് മാത്രം കാട്ടുപ്രദേശത്തൂടെ വിട്ട് അതിൽ നിർബന്ധിച്ച് റാണി മരിയ സിസ്റ്ററിനെ കയറ്റി കൊണ്ടുപോയി വാടക കലയാളിയെ കൊണ്ട് 54 പ്രാവശ്യം കുത്തി കൊല്ലിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു? ദ്രവ്യാസക്തി കൊണ്ട്, പണം കുറഞ്ഞു പോകുമ്പോൾ അത്യാസക്തി കൊണ്ട് കഴിയുന്ന വ്യക്തികളില് സാത്താൻ ആവസിക്കുന്നു. സാത്താനാണ് ഈ കൊലപാതകത്തിനുള്ള ആസൂത്രണവും അതിന്റെ കർമ്മപരിപാടികളും നടത്തി ആലോചിച്ചു കൊടുക്കുന്നത്. കാവകരില്ലാതെ കൊലപാതകത്തിനുള്ള പ്ലാനിങ് നടത്തി സമന്ദർ സിംഗ് എന്നു പേരുള്ള ആളെ വിളിച്ച് 25,000 രൂപ കരാറിലേർപ്പെട്ടു. അത് കൊടുത്തൊന്നുമില്ല, 5,000 കൊടുത്തുള്ളൂ.
അവര് രക്ഷപ്പെട്ടു. ഇവൻ 5-10 കൊല്ലം ജയിലിൽ കിടക്കേണ്ട വന്നു. ജയിലിൽ കിടക്കുന്ന കാലത്ത് അവന് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ജയിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ജീവൻ സിംഗിനെയും രവീന്ദ്ര സിംഗിനെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യണം. എന്നാൽ ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒല്ലൂരുകാരൻ ഒരു മൈക്കിൾ CMI അച്ഛനെയും അതോടൊപ്പം റാണിമരിയ സിസ്റ്ററിന്റെ അനുജത്തി ക്യാൻസർ ബാധിച്ച് മരിക്കാനിരുന്നയാള്, റാണിമരിയ സിസ്റ്റർ മരിച്ചതിന്റെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അനുജത്തി കന്യാസ്ത്രീക്ക് സെൽമിന്. അവർ തമ്മിൽ സംസാരിച്ചു. അപ്പൊ സെൽമിൻ സിസ്റ്റർ ചോദിച്ചു റാണിമരിയായോട്, അപ്പോൾ ചേച്ചി മരിച്ചുപോയതല്ലേ? അതെ, ഞാൻ മരിച്ചുപോയതാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു ദുഃഖമുണ്ടായിരുന്നു. അത് നിന്റെ ക്യാൻസറാണ്. അത് സുഖപ്പെട്ടു എന്നറിയിക്കാൻ ഞാൻ വന്നതാണ്. സ്വപ്നം അവസാനിച്ചു. പിന്നെ ഇപ്പോൾ 25 കൊല്ലമായിട്ട് സെൽമി സിസ്റ്ററിന് ക്യാൻസർ ഇല്ല. ഈ സെൽമി സിസ്റ്ററും മൈക്കിൾ CMI അച്ഛനും കൂടെ ജയിലിൽ പോയി പല പ്രാവശ്യം സമന്തർ സിംഗിനെ കണ്ട് ക്ഷമിക്കാൻ പഠിപ്പിച്ചു. അവന് ക്ഷമ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവന് ക്ഷമ കൊടുത്തു. ആ നാട്ടാചാരപ്രകാരം സെൽമി സിസ്റ്ററിന്റെ കയ്യിൽ അവൻ രാഗി കെട്ടാൻ സമ്മതിച്ചു. നീ എന്റെ സഹോദരൻ എന്ന് പറഞ്ഞ്. അത് ആ വടക്കേന്ത്യയിലൊക്കെ ഉള്ള രീതിയാണ്. ഇത് മാത്രമല്ല, അവരാത്മാർത്ഥമായി അവനെ സ്നേഹിക്കുകയും അവനെ സഹോദരനായി കരുതുകയും പുല്ലുവഴിയിൽ കൊണ്ടുവന്ന മാതാപിതാക്കന്മാരോട് മാപ്പ് ചോദിക്കുകയും മാപ്പ് കൊടുക്കുകയും മാതാപിതാക്കന്മാർ അവരെ മകനായി സ്വീകരിക്കുകയും ചെയ്തു. അത് ഒരു നിർമ്മലവും നിഷ്കളങ്കവുമായ സ്നേഹമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ തുർക്കിയിലെ ഭീകരൻ അലി അഗ്ഗ വെടിവെച്ചപ്പോൾ ആ പരിക്കേറ്റ മാർപ്പാപ്പ, പലരും കണ്ടിട്ടുണ്ട്, മാർപ്പാപ്പയെ വെടിവെച്ചപ്പോൾ മാതാവ് ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നു. മാതാവിന്റെ ഭക്തനായിരുന്നു മാർപ്പാപ്പ. എപ്പോഴും കൊന്ത കയ്യിലുണ്ടാവും. വെടി കൊണ്ടപ്പോൾ മാതാവ് വന്ന് കവർ ചെയ്തു. അതുകൊണ്ട് ആ വെടി ഏറ്റത് മരണപരമായില്ല. എങ്കിലും അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. മാർപ്പാപ്പ സുഖം പ്രാപിച്ച ഉടനെ ജയിലിൽ ചെന്ന് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു. ഇനി നമ്മൾ സുഹൃത്തുക്കളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വിരോധമില്ല. അതിനുശേഷം പിന്നീട് പോർച്ചുഗലിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ചെന്ന് ആ വെടിയുണ്ട മാതാവിന്റെ കിരീടത്തിൽ സ്ഥാപിച്ചു മാർപ്പാപ്പ. പ്രൈസ് ദി ലോർഡ്. മാതാവാണല്ലോ പൊതിഞ്ഞു നിന്ന് ജോൺ പോൾ രണ്ടാമനെ സംരക്ഷിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.